എല്ലാവരും ലൈഫിൽ ഒരു ഫേക്ക് ഫ്രണ്ട് ഉണ്ടാവും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ 2ാം ക്ലാസ്സിലാണ് ആ സ്കൂളിൽ പോണത്. അവിടെ നിന്നാണ് എനിക്ക് അവളെ കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സായി, ബെസ്റ്റ് ഫ്രണ്ട്സായി. അങ്ങനെ 7 വരെ ഞങ്ങൾ ആ സ്കൂളിൽ പഠിച്ച് 8ാം ക്ലാസ് ഞങ്ങൾ അവിടെ 7 വരെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 8ാം ക്ലാസ് ഹൈസ്കൂളിലേക്ക് മാറുമ്പോൾ ഞങ്ങൾ ഒരേ ക്ലാസ്, ഒരേ ബെഞ്ച്, ഒപ്പം അപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെ. അങ്ങനെ 10ാം ക്ലാസ് എത്തി. 10ാം ക്ലാസ്സിൽ കുറേ ഗ്രൂപ്പൊക്കെ ഉണ്ടാവുമല്ലോ. ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്നും മിണ്ടുന്നത് അങ്ങനെ തന്നെയാണ് പേരിൻ്റെ ഒരു ഗ്രൂപ്പ്. അപ്പോൾ വേറെ ഗ്രൂപ്പിൽ ഒരു പ്രശ്നം ഉണ്ടായി. അവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത്. ഈ വേറെ ഗ്രൂപ്പിന് പ്രശ്നം ഉണ്ടായപ്പോൾ അവർ സ്വാഭാവികമായിട്ടും വിചാരിച്ചു ഞങ്ങളാണ് കാരണം. അതിപ്പോൾ അവരുടെ പ്രശ്നം കാര്യമില്ല, ഞങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ വിചാരിക്കുള്ളൂ. അതൊന്നല്ല വിഷയം. പിന്നെ അടുത്ത ദിവസം ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വേറെ ഗ്രൂപ്പ് ഇവരുടെ അടുത്തൊക്കെ മിണ്ടുന്നുണ്ട്. എൻ്റെ അടുത്തും എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തും മിണ്ടുന്നില്ല. ഞങ്ങൾ 2 പേരുടെ അടുത്തും മിണ്ടുന്നില്ല. അങ്ങനത്തെ പഴയ പോലെ തന്നെ ഇവരുടെ അടുത്ത് മിണ്ടുന്നുണ്ട്, ഫുഡ് ഷെയർ ചെയ്യുന്നുണ്ട്, കളിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, എന്തൊക്കെയൊക്കെ. അന്ന ദിവസം തന്നെ വൈകുന്നേരം കാര്യം എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ, ഇവളെ പോയിട്ട് അവളുടെ അടുത്ത് പോയി പറഞ്ഞിക്കുക, ഞാനല്ലാട്ടത് ചെയ്തത്, ഇതിന് എനിക്ക് ഒരു ബന്ധവുമില്ല, ഇതൊക്കെ ചെയ്തത് നീയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. ഞാനേ എങ്ങനെ ഇരിക്കുന്നു? ഇത് കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. കാരണം അവൾ എന്തിനാ അങ്ങനെ ചെയ്യണം? അവൾക്ക് അങ്ങനെ ചെയ്തിട്ട് എന്ത് കിട്ടാൻ എന്നൊക്കെയായിരുന്നു. പിന്നെ അവൾ നൈസായിട്ട് ഇവിടെ നിന്ന് മാറി ആ ഗ്രൂപ്പിലേക്ക് അങ്ങോട്ട് ചരിഞ്ഞു. ഒരു ദിവസം എനിക്ക് കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു. അത് ഈ 2 തൊട്ട് ഒപ്പം പഠിച്ചതിൻ്റെ. പിന്നെ എനിക്ക് മനസ്സിലായി അവൾ പോയപ്പോഴാണ് കുറച്ച് സമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞത്. ശരിക്കും അവളെ എല്ലാവരും പാമ്പ് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എനിക്ക് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. എനിക്കൊന്നും പറയാനില്ല ബാക്കി. എന്നാലും മനുഷ്യനെ ഒരു ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? ഒരു ക്യാരക്ടർ. നിന്നെ ടാഗ് ചെയ്തിട്ട് ഈ റീലിടണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ നീ എൻ്റെ ബ്ലോക്ക് ലിസ്റ്റിലായിപ്പോയി.